ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. എൻ്റെ വീട്ടിലെ അടുക്കളയിലാണ് ഉള്ളത്. അപ്പോൾ അടുക്കളയിൽ എന്താ കാര്യം എന്നല്ലേ, അടുക്കളയിൽ ഒരു ചെറിയ വർക്കുണ്ട്. ഇന്നൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ് എനിക്ക്. അപ്പോൾ അമ്മമ്മയുടെ നമ്മുടെ മിഥുനമാസത്തിലെ ചോതി അമ്മമ്മയുടെ പിറന്നാളാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ആൾക്കൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. കാരണം ആൾ നമ്പറിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഇന്ന് എന്താ ദിവസം എന്ന് അറിയോ പക്ഷെ അപ്പോൾ എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇന്നെൻ്റെ പിറന്നാളാ, മിഥുനമാസത്തിലെ ചോദ്യമാണ് ഇന്ന് പറഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞിട്ടുണ്ട് ചോദ്യമാണ്. അപ്പം മനസ്സിലായി പിറന്നാളാണ്. കുറേ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കണം എന്ന്. പക്ഷെ എന്ത് കൊടുക്കും, ഒന്നും പോയി വാങ്ങിക്കൽ ശരിയാന്ന് തോന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല. പക്ഷേ ഇന്ന് സ്കൂളും ഇല്ല, കാരണം ഇന്ന് എന്തോ എക്സാം നടക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പം അത് നടക്കില്ല. പക്ഷേ വീട്ടിൽ നിന്ന് എന്തൊക്കെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം കാരണം നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിരുന്നു. അപ്പോൾ ഉപ്പേലയുടെ പാക്കറ്റ് വാങ്ങിച്ചു, ഉപ്പേലയുടെ പാക്കറ്റ്. അപ്പോൾ അത് കൊണ്ട് ഞാൻ ആൾക്കൊരു പാലട പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലിവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അധികം ക്യാമറയിലേക്ക് നോക്കാത്തത്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സോ നമ്മുടെ ദേവൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കണം. ആൾ ഇപ്പോൾ ഒരു ചെറിയ ഉച്ച മയക്കത്തിലാണ്. ആളുടെ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട്, ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പായസം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ അഞ്ചുമാമി നാട്ടിലില്ല, അഞ്ചുമാമിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഭാവിയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളും 2 പേരില്ല. പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു എന്ന് തോന്നുന്നല്ലോ. അവർ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. അവർ തിരുവനന്തപുരം അമ്പലത്തിൽ പോയതും പിന്നെ പാലക്കാടേക്ക് ട്രെയിനിലൊക്കെ പോയതിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. സോ അതൊക്കെ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ പോയി തന്നെ കാണുക കേട്ടോ. ഓക്കെ. അപ്പം ഇങ്ങനെ പാലൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പാൽ ഒന്നുകൂടെ തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഓക്കെ. ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മധുരം ഉണ്ടോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു ചോദ്യം. കാരണം എനിക്ക് ഈ മധുരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. കാരണം ആളധികം മധുരം കുടിക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചൊരു കേക്ക് ഉണ്ടാക്കാം. പക്ഷെ കേക്കിനോട് അധികം താല്പര്യമില്ലാത്ത ആളാണ് ഞാനോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതാകുമ്പോൾ അമ്മമ്മയ്ക്കും കുടിക്കാം, മുത്തശ്ശനും കുടിക്കാം, പിന്നെ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നൊരു സംഭവമായതുകൊണ്ട്. പിന്നെ പായസം ഉണ്ടാക്കാതെ കുറേ ആയി. വിഷു കഴിഞ്ഞതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അതുകൊണ്ട് പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഒരു തിളക്കലും കൂടെ തിളച്ച് കഴിഞ്ഞാൽ ഇത്തിരി പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അട അത് കണ്ടില്ലല്ലോ അല്ലേ, അടി ഇതാ ഇതിൻ്റെ അകത്ത് റെഡിയാണ് കേട്ടോ. അപ്പോൾ അട റെഡി ആയിട്ടുണ്ട്. ഇനി പാലും കൂടെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ പായസം നമുക്കൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമായി. ഗ്യാസ് ഓഫാക്കി. കാരണം പാലിങ്ങനെ തിളച്ച് വരുന്നത് കാണുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷനാണ്. ഓക്കെ. സോ ഓക്കെ. അപ്പം ഇനി പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ഒരു സെക്കൻഡ് കേട്ടോ. കാരണം ഞാനിത് പാല് ഇടുന്നതിന് മുമ്പേ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ മറ്റേ പിങ്ക് പാലട എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ അതായില്ല. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ്സിലൊന്ന് കുടിച്ച് വെക്കാം. ചെറിയ മധുരം, ഇളം മധുരമേ ഉള്ളൂ. അതായത് കുടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള മധുരയല്ല. സോ പഞ്ചസാര നമുക്ക് ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് പഞ്ചസാര തീർന്നു ഗൈസ്. പോയി പഞ്ചസാര എടുത്തിട്ട് പഞ്ചസാര ഇതൊരു കുക്കറി ഷോ ആയി മാറുന്നതാണ് ഇപ്പം എൻ്റെ സമയം. പഞ്ചസാര കിട്ടി ഗൈസ്. ആളെ എണീച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ ആൾക്ക് പെട്ടെന്ന് എണീക്കും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കി തീർക്കണം. അപ്പോഴത്തേക്കാവുന്ന ഭഗവാനാണ്. സോ നമുക്കിത് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ പൊട്ടിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബാക്കി ഇത്രയും പഞ്ചസാര ഉണ്ട്, നമുക്കത് കൂട്ടി അവിടെ കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ
ഞാനതൊന്നും ഓഫാക്കിയിട്ടായിരുന്നു, കാരണം കുറുകി 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 വല്ലാതെ കുറുകി പോകുന്നത്. പഞ്ചസാര ആഡഡ്. ഇത്രയും പഞ്ചസാര മതിയാവില്ല. സോ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഈ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛനും നമുക്ക് എല്ലാവർക്കും ഈ കടിക്കാനൊക്കെ നല്ല രസമല്ലേ അട, അതുകൊണ്ടൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ പാലട പായസം. അച്ഛൻ എന്നെക്കാളും അമ്മ എന്നെക്കാളും നന്നായിട്ടുണ്ടാക്കും. അപ്പോൾ അത് കണ്ട എൻ്റെ ഇൻസ്പിറേഷനാണ് എൻ്റെ പാപ്പ മമ്മി. സോ എനിക്ക് എന്ത് കാര്യങ്ങളും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, സോ പാല് തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കണ്ടേ, അതൊരു വല്ലാത്ത ചടങ്ങാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ പാല് തിളയ്ക്കുന്നത്, പാലിങ്ങനെ അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോന് കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സാധാരണ പായസം ഉണ്ടാക്കുമ്പോഴുള്ള പാലിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട് കാണണം. അപ്പം അതേപോലെ തന്നെ ഇത് കണ്ടൻസ് മിൽക്ക് ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കാകെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ ഈ പായസം ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് പെട്ടെന്നാവും. പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ അത് സെറ്റായിക്കോളും. പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് ഒരു തിളക്കൽ കഴിഞ്ഞാൽ അട ആഡ് ചെയ്യുക. പാലിൻ്റെ മധുരം അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അട ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് കാണിച്ചു തരാം. പാല് നന്നായി തിളച്ച് വന്നു. മധുരം ഞാൻ പറഞ്ഞ പോലെ അത് ഓക്കെയാണ്. സോ നമുക്കിനി അട ആഡ് ചെയ്യാം. അടയുടെ അവസ്ഥ ചോറ് പോലെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, പായസത്തിലൊക്കെ അറിയാൻ പറ്റിയ പോലെ ഉണ്ട്. അതിന് പറ്റിയൊരു പാത്രം ഇടണം, അത് കഴുകി വെക്കണം. ഓക്കെ, പാത്രം ഇതെടുക്കാല്ലേ. ഇതെടുത്തിട്ട് നോക്കി അഴകട്ടെ കേട്ടോ. ഞാനിവിടെ തന്നെയുണ്ട്, പേടിക്കണ്ട. പിന്നെ ഈ അട നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. കാരണം നമ്മൾ കഴുകിയെടുക്കണം, മനസ്സിലായോ? എന്നാലേ ആ അട അധികം വേവാത്ത പോലെ, അധികം ഇതാവാത്ത പോലെ നിൽക്കുള്ളൂ. ഓക്കെ, വെറുങ്ങനെ നിൽക്കണം കേട്ടോ അട. അധികം വെന്തുപോയാൽ രസം പാടില്ല. ഓക്കെ, സോ നമുക്ക് അപ്പം അട എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അട ഇത് ഈ പാത്രം മൊത്തം അടയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാം. അപ്പോൾ നമ്മൾ അട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അട നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അട. അപ്പം നമ്മൾ അട കയ്യിലുണ്ട്, നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പാലടയല്ല അട ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് അട വന്നിട്ടുണ്ട്. ഇനിയാണ് മക്കളെ അട പാലടയുടെ മെയിനായിട്ടുള്ള സംഭവം. നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഞാനൊരു ടവലെടുത്തിട്ട് തരാം കേട്ടോ. തോർത്ത് തന്നെ എടുത്തിട്ട് തരാം. അങ്ങനെയൊന്നും ചെയ്യാൻ പോലെ ഞാനിങ്ങനെ ഭയങ്കര ചൂടെടുക്കുന്ന കേട്ടോ. ഇപ്പം കറക്റ്റ് ഹോട്ടലിലൊക്കെ പണിയെടുക്കുന്നവരുടെ അതേ ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എങ്ങനെ ഉണ്ടാവും ഈ ലാസ്റ്റത്തെ ടേസ്റ്റ് ഗുരുവായൂരപ്പനറിയാവും. അവിടെ കൂടിപ്പോയോ ഇല്ല, അവിടെ കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാകില്ല.
പക്ഷെ അത് ഇത്രയും വേണം, കാരണം കുറുകി വരുമ്പോഴത്തേക്കും ഒരു സംഭവം ഇല്ലാതാവും കേട്ടോ. സത്യം പറയുകയാണ് വെച്ചാൽ നിങ്ങൾ പാല് നല്ല കൺസിസ്റ്റൻസിയിൽ ഇടണം, അടിയും അതിന് കണക്കായി ഇടണം. പാല് 2 പാക്കറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അട 1 കപ്പോ 1.5 കപ്പോ മതി. അതാണ് സത്യം. One eternity later. ഹലോ, അപ്പോൾ അമ്മമ്മയുടെ പായസം ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ദേവനിപ്പോൾ കളിക്കാൻ പോയി. അമ്മമ്മ ഇപ്പോൾ അടുക്കളയിലുണ്ട്. സമയം ഏകദേശം 6:15. സോ നമുക്ക് അമ്മമ്മയോടെ തന്നെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പായസം എന്ന് പോയി ചോദിച്ചിട്ട്. അമ്മമ്മേ, ഹലോ പറയേ. ഹലോ, ഹായ്. നമ്മുടെ ബർത്ത്ഡേ ഗേളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഒരു ഗ്ലാസ്. അമ്മമ്മ അതെന്താ സംഭവം ഉണ്ടോ? അതെന്താ പറയും, തുറന്നോക്കറിയണ്ടേ? ഇതെപ്പോഴാ നീ ഉണ്ടാക്കിയേ? അതൊക്കെ ഉണ്ട്. ഒരിണ്ട് ഞാൻ എടുത്ത് ഗ്ലാസ്സിൽ വെച്ചിട്ട് എടുക്കട്ടെ, ഞാൻ എടുത്ത് ഒരിണ്ടേ. അല്ല ഒരിണ്ടേ, കുടിക്കാനായിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ടേസ്റ്ററായിട്ടുള്ള നമ്മുടെ അമ്മമ്മയ്ക്ക് തന്നെ ഈ പായസം കൊടുക്കാം കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ ഗേൾ തന്നെ. ഓക്കെ, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. പായസം സക്സസ്ഫുൾ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ അടുത്തൊരു വ്ളോഗിൽ കാണുന്നതായിരിക്കും.